ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് വളരുന്ന ഒരു ഫ്രൂട്ടാണ്, ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് ഈ ഒരു പേര് വരാൻ കാരണം അതിൻ്റെ പുറമേയുള്ള ഒരു അപ്പിയറൻസ് ആണ്. ഡ്രാഗണിൻ്റെ ഒരു കളർ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറും ഒരു ഗ്രീൻ ലീവ്സ് പോകുന്നതുമെല്ലാം ഡ്രാഗണിനെ റിസംബിൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ളൊരു പേര്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ഭംഗി മാത്രമല്ല, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് 2 ടൈപ്സ് ഉണ്ട്, യെല്ലോയും അതുപോലെ തന്നെ പിങ്കും. പിങ്കിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. അകത്ത് വൈറ്റ് പൾപ്പും ബ്ലാക്ക് സീഡ്സും അതുപോലെ തന്നെ പർപ്പിൾ പൾപ്പും ബ്ലാക്ക് സീഡ്സും ഉണ്ട്. ഇതൊരു മിക്സഡ്, ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് കിവിയും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതും വളരെ ബെനിഫിറ്റ്സ് ഉള്ളതുമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ. ഫൈബർ റിച്ച് ആണ്, ഒരുപാട് നാരുകൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ നാരുകളിൽ അല്ലെങ്കിൽ ഫൈബേഴ്സിലുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികളിലെ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് ദഹിക്കാനുള്ള ഒരു പ്രക്രിയ എല്ലാം ഈ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സി, അയൺ, കാൽഷ്യം, മെഗ്നീഷ്യം അങ്ങനെ വൈറ്റമിൻസും മിനറൽസും കൂടുതൽ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. വൈറ്റമിൻ സി നമുക്കറിയാം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായി ഡ്രാഗൺ ഫ്രൂട്ടിലുള്ളത് കാരണം ക്യാൻസർ വരാതിരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ മുടിയുടെയും ചർമ്മത്തിൻ്റെയും തിളക്കത്തിനും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് സഹായിക്കും. തടിയുള്ളവർക്ക്, ഒബീസായിട്ടുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്കും ഫൈബർ കണ്ടൻ്റുള്ള ഫുഡ് വെയ്റ്റ് ലോസിന് സഹായിക്കും. കൊളസ്ട്രോൾ കണ്ടൻറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ LDL അല്ലെങ്കിൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള കഴിവും ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ട്. കാലറീസും ഫാറ്റും കുറവായതിനാൽ തടി വയ്ക്കില്ല. ഇത് കഴിച്ചതുകൊണ്ട് ഒത്തിരി തടി വയ്ക്കുന്ന ഫ്രൂട്ടല്ല. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട്, മിതമായ അളവിൽ കഴിക്കുന്നത് കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ധാരാളം ഗുണങ്ങളുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കുട്ടികളും ഗർഭിണികളും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കുട്ടികൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കുകയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടുകയും ചെയ്യുന്നു. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കും ഇത് സഹായകരമാണ്. മുടിയുടെ വളർച്ചയ്ക്കും തിളക്കത്തിനും ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇതിന് സഹായിക്കും. പൊട്ടാഷ്യം കൂടുതലുള്ളതിനാൽ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ഇമ്മ്യൂണിറ്റി വീണ്ടെടുക്കാനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കാവുന്നതാണ്. വുമൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ ഗർഭസ്ഥ ശിശുവിന് ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ ഓക്സിജൻ്റെ അളവ്, രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു. അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് ഉള്ള രക്തയോട്ടവും ഇതിനാൽ കൂടുന്നു. കുട്ടികൾക്ക് എങ്ങനെയെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട്സ് കൊടുക്കാം? 6 മാസം മുതൽ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ക്രമേണ നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നു, അവരുടെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് സിംഗിളായിട്ട്, അതായത് ഒത്തിരി ഫ്രൂട്ട്സ് ആഡ് ചെയ്യാതെ ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രമായി പ്യൂറി ആയിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജ്യൂസ് രൂപത്തിലും കൊടുക്കാം. മുതിർന്ന കുട്ടികൾക്കും കൗമാരക്കാർക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മിക്സഡ് ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് സ്ട്രോബെറി ജ്യൂസ്, ഡ്രാഗൺ ഫ്രൂട്ട് ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സാലഡ്, ഇത്തരം ഗുണങ്ങളുള്ളതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട് ധാരാളമായി കൃഷി ചെയ്തു പോരുന്നു. ഗുണങ്ങൾ ഏറെയുള്ളതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട്സിന് വിലയും ഏറെയാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കുക, ഇതിൻ്റെ ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് പകർന്നു നൽകുക. ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്